ഹായ് ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബെഡ് വെറ്റിംഗ് കുട്ടികളിൽ ഉണ്ടാകുന്നത് നോർമൽ ആണോ അബ്നോർമൽ ആണോ, അത് ഏത് വയസ്സ് വരെയാണ് നോർമൽ, ഏത് വയസ്സ് വരെയാണ് അബ്നോർമൽ. അപ്പൊ ഈ കുട്ടികൾ രാത്രി സമയത്ത് അപ്പോഴേ അവരുടെ ബെഡ് നനയുമ്പോൾ മാതാപിതാക്കൾക്ക് ഒരു ഉത്കണ്ഠ ഉണ്ടാവും. ഇത് നോർമൽ ആണോ, ഇത് അബ്നോർമൽ ആണോ, അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാവും. അതായത് നോർമൽ ആണെന്ന് പറയുന്നത് എപ്പോഴാണ്, അതായത് സാധാരണമായിട്ട് 5 വയസ്സിന് താഴെ അല്ലെങ്കിൽ 5 വയസ്സ് ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ ബെഡ് വെറ്റ് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. ബിക്കോസ് അവരുടെ ബ്ലാഡർ കൺട്രോളും അതുപോലെ തന്നെ ബ്രെയിൻ മെച്യൂരിറ്റിയും വളരുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഡെവലപ്പ് ആകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ആ സമയത്ത് ബെഡ് വെറ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ജനറ്റിക് ആയിട്ടും വരാം. അതായത് ഈ പറയുന്ന കുട്ടിയുടെ മാതാപിതാക്കൾ കൊച്ചിലെ അവർ ബെഡ് വെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയും ബെഡ് വെറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് നോർമൽ അവസ്ഥയാണ് പറയുന്നത്. അപ്പൊ എപ്പോഴാണ് അബ്നോർമൽ, എപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 വയസ്സിന് ശേഷം ഇങ്ങനെ ബെഡ് വെറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ്, അവരുടെ നിയന്ത്രണത്തിലല്ല അവരുടെ യൂറിൻ പാസ് ചെയ്യുന്നത്, ഒരുപാട് അധികം യൂറിൻ പാസ് ചെയ്യുന്നത് പോലെ തോന്നുന്നു, ഭയങ്കരമായിട്ടുള്ള വെള്ളദാഹം, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉടനടി ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. അത് അബ്നോർമൽ ആണെന്ന് മനസ്സിലാക്കാം. നല്ല പെയിൻ, ബ്ലാഡർ പെയിൻ, എരിച്ചിൽ, പൊഹച്ചിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് അബ്നോർമൽ ആണെന്ന് മനസ്സിലാക്കാം. സോ ഇത് കാരണം പാരന്റ്സ് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. സോ അതിന് പാരന്റ്സിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് കുട്ടീനെ യൂറിൻ പാസ് ചെയ്യിപ്പിച്ചിട്ട് കിടക്കുക. പിന്നെ കിടക്കുന്നതിനും 1 മണിക്കൂർ മുൻപ് അധികമായിട്ട് വെള്ളം കൊടുക്കാതെ ഇരിക്കുക. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അധികം വെള്ളം കുടിച്ചിട്ട് കിടക്കരുത്. അതിന് മുന്നേ 2 മണിക്കൂറിന് മുന്നേ വല്ല വെള്ളം കുടിച്ച് നമ്മൾ ബ്ലാഡർ ഒക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം കിടക്കാം. പിന്നെ വെള്ളം ദാഹിക്കുമ്പോൾ മാക്സിമം കുടിക്കരുത്. ബിക്കോസ് എന്ന് പറയാൻ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ബാത്റൂമിൽ പോകുന്നത് നമ്മുടെ ഉറക്കത്തിന് നല്ലതല്ല. പിന്നെ അതുപോലെ തന്നെ കുറ്റപ്പെടുത്താതെ സ്നേഹത്തോടെ മക്കളെ എന്ത് പറ്റി, നിനക്ക് എന്ത് പറ്റി എന്ന് അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാതെ കളിയാക്കുകയോ അവരെ ഒരുപാട് രീതിയിൽ ചൂഷണം ചെയ്യുകയോ ചെയ്യാതെ സാരമില്ല നമുക്ക് നാളെ ശരിയാക്കാം എന്ന് പറഞ്ഞ് ഒരു അഷുറൻസ് കൊടുത്ത് ശരിയാക്കുക. അതാണ് പാരന്റ്സിന് കൊടുക്കേണ്ട ടിപ്പ്. അപ്പോഴാണ് നോർമൽ, എപ്പോഴാണ് അബ്നോർമൽ എന്ന് മനസ്സിലാക്കി പോവുക. 5 വയസ്സിന് താഴെ ബെഡ് വെറ്റ് ചെയ്യുന്നത് നോർമലാണ്, അതുവരെ പ്രശ്നമൊന്നുമില്ല. 6 വയസ്സിന് ശേഷം കൺട്രോൾ ഇല്ലാതെ ഉണ്ടെങ്കിൽ അത് അബ്നോർമൽ ആണ്, ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. പുതിയ വീഡിയോസുമായി വീണ്ടും വരുന്നത് വരെ, till then, it's my talk with Dr. Adya, signing off. Thank you.